ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും നടക്കുമോ എന്ന ആശങ്ക. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പരീക്ഷ തുടങ്ങുന്നത്. ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ INTUCയിലും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയതോടെ CETUവിൻ്റെ നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. സമരം മൂലം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സംസ്ഥാന വ്യാപകമായി പരീക്ഷ മുടങ്ങിയിരുന്നു. ഇവരുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ പരീക്ഷകൾ മുടങ്ങിയിരുന്നു. ഇന്നും ഈ പരീക്ഷകൾ നടക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണല്ലേ? പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ, പ്രതിപക്ഷ സംഘടനകളടക്കം വലിയ പ്രതിഷേധത്തിലാണ്. കാരണം പരിഷ്കാരങ്ങൾ അശാസ്ത്രീയമാണ്, യാതൊരു മുൻകരുതൽ നടപടികളും ഇല്ലാതെയാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് എന്നുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്, അല്ലേ? ഏതായാലും ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്തിലേക്ക് ഗണേഷ് കുമാർ എത്തിയതോടെയാണ് പരിഷ്കാര നടപടികൾക്ക് തുടക്കമായത്. അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. പക്ഷേ പല പ്രഖ്യാപനങ്ങളും അധികാരത്തിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരുത്താൻ ബാക്കിയുള്ള ചില പരിഷ്കാരങ്ങളിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ തുടരുന്നത്. അശാസ്ത്രീയമായ പരിഷ്കാരങ്ങളാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത്. ഗതാഗത വകുപ്പ് അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ള വിമർശനമാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധ സമര രംഗത്തുണ്ടായിരുന്ന CETU മാത്രമാണ് ഇപ്പോൾ സമരം ഉപേക്ഷിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകൾ പ്രതിഷേധത്തിലുമാണ്. അഖിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ CETU മാത്രമാണ് ഈ ഒരു സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. മറ്റ് പ്രതിപക്ഷ സംഘടനകളും സ്വതന്ത്ര സംഘടനകളും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുന്നൊരു കാര്യം അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ അപ്പാടെ മാറ്റണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മുടങ്ങിയ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷകൾ ഇന്നും മുടങ്ങാൻ തന്നെയാണോ സാധ്യതയും? KP സംസ്ഥാനത്ത് ഒരാഴ്ചയായി നിൽക്കുന്ന ഒരു അനിശ്ചിതത്വം എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത്. അതിൽ കഴിഞ്ഞ വ്യാഴവും വെള്ളിയും ഒക്കെ തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയത്. അതിനുശേഷം ഗതാഗത വകുപ്പ് ഒരു അയവ് വരുത്തിയത്, അതിൽ വരുത്തിയ സർക്കുലറിൽ വരുത്തിയ ചില മാറ്റങ്ങളാണ്. ആ പരിഷ്കാരങ്ങളിൽ കുറച്ച് ഇളവ് നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ഭരണാനുകൂല സംഘടനയായിട്ടുള്ള CETU സമരത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. കാരണം അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇളവുകൾ വരുത്തിയ പശ്ചാത്തലത്തിൽ ആ ഇളവുകൾ ഒന്നുകൂടി പുനർപരിശോധിച്ചതിനു ശേഷം മാത്രം ഒരു സമരം എന്ന രീതിയിലേക്ക് മാറാമെന്നതായിരുന്നു CETU ആ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പിൻവലിച്ചതിനു ശേഷം മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ആ ഡ്രൈവിംഗ് സ്കൂൾ പൊതു സ്വതന്ത്രമായ സംഘടനകളും അതുപോലെ തന്നെ INTUC അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളും ഒക്കെ തന്നെ ആ തരത്തിലാണ് നിലപാട് സ്വീകരിക്കുന്നത്. ശനിയും ഞായറിലും അവധി കഴിഞ്ഞുള്ള ഒരു വർക്കിംഗ് ഡേ എന്ന നിലക്ക് ഇന്ന് തിങ്കളാഴ്ചയും ഈ തരത്തിൽ ടെസ്റ്റുകൾ നടക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും പ്രതിഷേധം ശക്തമാക്കി ഈ പരിഷ്കരണങ്ങളിൽ നിന്നും സർക്കാരിനെ മുന്നോട്ടടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഉള്ളത്. KP അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.